ഗുഡ് മോർണിംഗ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ലേത്തിനെക്കുറിച്ച് പഠിച്ചതിൽ ഫീഡ് മെക്കാനിസം, ത്രെഡ് കട്ടിംഗ് വിത്ത് സിമ്പിൾ ആൻഡ് കോമ്പൗണ്ട് ഗിയർ ട്രെയിൻ എന്നിവയാണ്. ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത് ഹോൾഡിംഗ് ദ ജോബ് ബിറ്റ്വീൻ സെൻറ്റേഴ്സ് ആൻഡ് വർക്ക് വിത്ത് ക്യാച്ച് പ്ലേറ്റ് ആൻഡ് ഡോഗ്, നോമൻക്ലേച്ചർ ഓഫ് സിംഗിൾ പോയിന്റ് കട്ടിംഗ് ടൂൾസ് ആൻഡ് മൾട്ടി പോയിന്റ് കട്ടിംഗ് ടൂൾസ്, hand chasers and their users, chucks and chucking, the independent four-jaw chuck, four-jaw chuck, parts and functions of a four-jaw chuck, three-jaw chuck or self-centering chuck, parts and function of a three-jaw chuck, comparison between three-jaw and four-jaw chuck, merits and demerits of a four-jaw chuck, merits and demerits of a three-jaw chuck, specification of a chuck എന്നിവയാണ്. ഇതിൽ ആദ്യമായിട്ട് ഹോൾഡിംഗ് ദ ജോബ് ബിറ്റ്വീൻ സെൻറ്റർ ആൻഡ് വർക്ക് വിത്ത് ക്യാച്ച് പ്ലേറ്റ് ആൻഡ് ഡോഗ്, സെൻറ്ററുകൾക്കിടയ്ക്ക് വർക്ക് ടേൺ ചെയ്യുന്നതിന് വർക്ക് ചക്കിൽ ഹോൾഡ് ചെയ്യേണ്ട ആവശ്യം ഒഴിവാക്കും. വർക്ക് തിരിയുന്നത് ത്രൂ ഔട്ട് പാരലൽ ആയിരിക്കും. പക്ഷേ ഇതിന് പ്രത്യേകിച്ചും നാർലിംഗ്, ത്രെഡ് കട്ടിംഗ്, അണ്ടർ കട്ടിംഗ് എന്നിവ പോലെയുള്ള ഓപ്പറേഷനുകൾ ചെയ്യാൻ നല്ല സ്കിൽ ആവശ്യമാണ്. ഇത് എക്സ്റ്റേണൽ ഓപ്പറേഷനുകളായി മാത്രം പരിമിതപ്പെടുത്തിയിരിക്കുന്നു. യഥാർത്ഥ ഓപ്പറേഷനുകൾ ചെയ്യുന്നതിന് മുമ്പായി വർക്കിൻ്റെ ആവശ്യത്തിന് താഴെ കൊടുത്തിരിക്കുന്ന തയ്യാറെടുപ്പുകൾ കൈകാര്യം ചെയ്യണം. വർക്കിൻ്റെ രണ്ടു സൈഡുകൾ ഫേസ് ചെയ്ത് ആകെ നീളം ആക്യുറേറ്റായി ലിമിറ്റിനുള്ളിൽ തയ്യാറാക്കുക. യഥാർത്ഥ സൈസിലും ടൈപ്പിലുമുള്ള സെൻറ്റർ ഡ്രിൽ തിരഞ്ഞെടുത്ത് രണ്ട് എൻഡുകളിലും സെൻറ്റർ ഡ്രില്ലിംഗ് ചെയ്യുക. സ്പിൻഡിൽ നോസിൽ നിന്നും ചക്ക് നീക്കം ചെയ്ത് പകരം ഡ്രൈവ് പ്ലേറ്റ് അല്ലെങ്കിൽ ക്യാച്ച് പ്ലേറ്റ് ഉറപ്പിക്കുക. സ്പിൻഡിൽ നോസിൽ സ്പിൻഡിൽ സ്ലീവ് ഉറപ്പിച്ച് ലൈവ് സെൻറ്റർ സ്ലീവിൽ ഫിക്സ് ചെയ്യുക. സ്പിൻഡിൽ സ്ലീവും ലൈവ് സെൻറ്ററും ഡാമേജുകളിൽ നിന്നും സ്വതന്ത്രമാണ് എന്ന് ഉറപ്പുവരുത്തി ഉറപ്പിക്കുന്നതിന് മുമ്പ് ബറുകൾ നീക്കം ചെയ്ത് ക്ലീൻ ചെയ്യുക. ലൈവ് സെൻറ്റർ ശരിയായി റൺ ചെയ്യുന്നു എന്ന് ചെക്ക് ചെയ്യുക. ചിത്രം 1 നോക്കുക. വർക്കിൻ്റെ ഡയമീറ്ററിനനുസരിച്ച് അനുയോജ്യമായ ഒരു ലേത്ത് കാരിയർ സെലക്ട് ചെയ്ത് വർക്കിൻ്റെ ഒരു എൻഡിൽ ബെൻഡ് ടെയിൽ പുറത്തേക്ക് വരത്തക്ക വിധത്തിൽ ഉറപ്പിക്കുക. ചിത്രം 2 നോക്കുക. വർക്കിൽ ഒരു ഫിനിഷ്ഡ് സർഫസ് ഉണ്ടെങ്കിൽ അത് സംരക്ഷിക്കുന്നതിന് വേണ്ടി ഒരു ചെറിയ കോപ്പർ ഷീറ്റോ അല്ലെങ്കിൽ ബ്രാസ് ഷീറ്റോ കാരിയറിലെ സ്ക്രൂവിൻ്റെ എൻഡിനും വർക്കിനും ഇടയ്ക്ക് കടത്തി വയ്ക്കുക. ചിത്രം 3 നോക്കുക. ഒരു അനുയോജ്യമായ ലൂബ്രിക്കൻ്റ് അല്ലെങ്കിൽ സോഫ്റ്റ് ഗ്രീസ് വർക്ക് പീസിൻ്റെ സെൻറ്റർ ഹോളിൽ അപ്ലൈ ചെയ്ത് ടെയിൽ സ്റ്റോക്ക് ഡെഡ് സെൻറ്ററിൽ എൻഗേജ് ചെയ്യണം. വർക്ക് പീസിന് യോജിച്ച ലെങ്തിൽ ടെയിൽ സ്റ്റോക്ക് ബെഡിലെ ഒരു പൊസിഷൻ വരെ മൂവ് ചെയ്യുക. ടെയിൽ സ്റ്റോക്ക് സ്പിൻഡിൽ ഏകദേശം 60 മുതൽ 100 mm ടെയിൽ സ്റ്റോക്കിനിപ്പുറം എക്സ്റ്റെൻഡ് ചെയ്യുക. ടെയിൽ സ്റ്റോക്ക് ബെഡിൽ ക്ലാമ്പ് ചെയ്യുന്നതിന് മുമ്പ് ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി സാഡിലിന് ആവശ്യത്തിന് സ്പേസ് ഉണ്ടെന്ന് ഉറപ്പുവരുത്തുക. ടെയിൽ സ്റ്റോക്ക് യഥാസ്ഥാനത്ത് ക്ലാമ്പ് ചെയ്യുന്നതിനായി ടെയിൽ സ്റ്റോക്ക് ക്ലാമ്പിംഗ് നട്ട് ടൈറ്റ് ചെയ്യുക. ചിത്രം 4 നോക്കുക. വർക്കിൻ്റെ സെൻറ്റർ ഹോൾ ലൈവ് സെൻറ്ററിൻ്റെ പോയിൻറ്റുമായി എൻഗേജ് ചെയ്യുകയും ലേത്ത് കാരിയറിൻ്റെ ടെയിൽ ക്യാച്ച് പ്ലേറ്റിലെ സ്ലോട്ടിൽ കടത്തുകയും ചെയ്യുക. ഈ പൊസിഷനിൽ കൈകൊണ്ട് വർക്കിനെ ഹോൾഡ് ചെയ്യുക. ലേത്ത് കാരിയറിൻ്റെ ടെയിൽ ഡ്രൈവ് പ്ലേറ്റിലെ സ്ലോട്ടിൻ്റെ ബോട്ടത്തിൽ റെസ്റ്റ് ചെയ്യുന്നില്ല എന്ന് ഉറപ്പുവരുത്തണം. ഇത് ലൈവ് സെൻറ്ററിൻ്റെ പോയിൻ്റ് വർക്കിൻ്റെ സെൻറ്റർ ഹോളിൽ ശരിയായി സീറ്റിങ്ങിന് അനുവദിക്കത്തില്ല. ചിത്രം 5 നോക്കുക. എല്ലാ എൻഡിലെ മാറുന്ന ചലനം ഒഴിവാക്കി യോജിച്ച സീറ്റിങ്ങോടുകൂടി ഡെഡ് സെൻറ്ററിൻ്റെ പോയിൻ്റ് വർക്കിൻ്റെ സെൻറ്ററിൽ കടക്കുന്നതുവരെ ഹാൻഡ് വീൽ റൊട്ടേഷൻ വഴി ടെയിൽ സ്റ്റോക്ക് സ്പിൻഡിൽ നീക്കുക. ചിത്രം 6 നോക്കുക.
ക്യാരിയറിൻ്റെ ടെയിൽ മുമ്പോട്ടും പിറകോട്ടും ചലിപ്പിക്കുക. അതേ സമയത്ത് തന്നെ ഒരു നേരിയ റെസിസ്റ്റൻസ് തോന്നുന്നത് വരെ ഹാൻഡ് വീൽ അഡ്ജസ്റ്റ് ചെയ്യുക. ടെയിൽ സ്റ്റോക്ക് സ്പിൻഡിൽ ടൈറ്റ് ചെയ്ത് ഈ പൊസിഷനിൽ ക്ലാമ്പ് ചെയ്ത് ഈ റെസിസ്റ്റൻസ് മാറുന്നില്ല എന്ന് ചെക്ക് ചെയ്യുക. 250 RPM മെഷീൻ സെറ്റ് ചെയ്ത് കുറച്ച് സമയം വർക്കിനെ റൺ ചെയ്യാൻ അനുവദിക്കുക. ഒരിക്കൽ കൂടി ഈ റെസിസ്റ്റൻസ് ചെക്ക് ചെയ്ത് ടെയിൽ സ്റ്റോക്ക് സ്പിൻഡിൽ ആവശ്യമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യുക. ഇപ്പോൾ വർക്കിൽ ഓപ്പറേഷനുകൾ ചെയ്യാൻ തയ്യാറാണ്. ചിത്രം 7 നോക്കുക. സെൻറ്ററുകൾക്കിടയിൽ വർക്ക് ഹോൾഡ് ചെയ്യുന്നതിന് മുമ്പ് സെൻറ്ററുകൾ അലൈൻഡ് ആണോ എന്ന് ഉറപ്പുവരുത്തുക. Out pops the part. I have a center in that end, and in the tailstock end I have a live center, a number 3 Morse taper center locked into the spindle of my lathe, and it's a live center because it rotates. And this is my dog driver plate. Some people call it a face plate. It's really not. It's a driver plate. Down there's my face plate. That's made of steel with lots of tapped holes in it. This is just a dog driver plate, and this is a driver dog, which locks onto the part with a set screw. Yes, I painted it green to match my machine, haha. But basically this tang here gets driven because it's engaged into one of the slots, and then the live center goes into that. And I can't do this one-handed, but I'm going to bring the tailstock back up and mount the part in there, so just hang on a second. Alright, couldn't do that one-handed. And so I'm locking down the tailstock good and tight, and I'm going to make sure that the quill is tight in there. So there's plenty of tension now. This is a live center too with a bearing. So it's all locked in and ready to go, and I have a turning tool mounted in my tool post. Around and around she goes. So this is how you turn between centers, and the reason I'm doing it at home is it's really rarely done in industry anymore where you have a driver dog like that. Most of the time we're just using a chuck in the spindle of the lathe, and then we support our part. If it's longer than 3 diameters sticking out, then you have to have the support of a center, of a tailstock and center. By the way, there's my steady rest, which I built, and I'm not using it at the moment, so it's locked down back here out of the way. So anyway, I'm going to go ahead and dial in a cut on my machine. And yes, this is high-speed steel, so it's going to be a light, very slow, light cut. And that's how it works. Works pretty good. It's not as rigid as using a chuck to grab onto your part, but back in the old days, chucks were in short supply. Every lathe came with a driver plate, just about, and every lathe you put a live center in the spindle. And incidentally, back in the day, you didn't have a live center in your tailstock, you had a dead center, like this one. That would be in the tailstock, and so the part's rotating on that center, and you had to keep high pressure lube on it, and you had to have just the right amount of tension on it, otherwise you could burn up your center. I remember that from the 1970s when I was in trade school. Anyway, that's what it is to turn between centers. It's not rocket science. It's really very old school kind of turning, but it does the job. അടുത്തതായി പഠിക്കാനുള്ളത് നോമൻക്ലേച്ചർ ഓഫ് സിംഗിൾ പോയിൻ്റ് കട്ടിംഗ് ടൂൾസ് ആൻഡ് മൾട്ടി പോയിൻ്റ് കട്ടിംഗ് ടൂൾസ്. ലേത്ത് കട്ടിംഗ് ടൂളുകൾ 2 ഗ്രൂപ്പുകളായിട്ട് വിഭജിച്ചിരിക്കുന്നു. ഇവ സിംഗിൾ പോയിൻ്റ് കട്ടിംഗ് ടൂൾസ്, മൾട്ടി പോയിൻ്റ് കട്ടിംഗ് ടൂൾസ്. സിംഗിൾ പോയിൻ്റ് കട്ടിംഗ് ടൂൾ നോമൻക്ലേച്ചർ. ടേണിംഗ് സമയത്ത് ടൂൾ ഒരു വെഡ്ജ് പോലെ പ്രവർത്തിക്കുന്നു. വെഡ്ജ് രൂപത്തിലുള്ള കട്ടിംഗ് എഡ്ജ് വർക്കിലേക്ക് തുളച്ചു കയറി മെറ്റൽ നീക്കം ചെയ്യുന്നു. ഇത് ഒരു
ടൂൾ കട്ടിംഗ് എഡ്ജ് ഒരു വെഡ്ജ് ഷേപ്പിൽ ഗ്രൈൻഡ് ചെയ്യുന്നതിൻ്റെ ആവശ്യകത ഉണ്ടാക്കുന്നു. നമ്മൾ ഒരു പെൻസിൽ ഒരു പേനാക്കത്തി കൊണ്ട് ആവർത്തിച്ചാവർത്തിച്ച് ഷാർപ്പ് ചെയ്യുമ്പോൾ കത്തി തടിയിൽ ഒരു നിശ്ചിത ആംഗിളിൽ വരുമ്പോൾ ഇത് വിജയകരമായി നടത്താൻ കഴിയുമെന്ന് നമുക്ക് കണ്ടെത്താം. ചിത്രം 1 നോക്കുക. ഒരു തടി പെൻസിലിൻ്റെ സ്ഥാനത്ത് ഒരു മൃദുവായ മെറ്റൽ പീസ് അതായത് ബ്രാസാണ് കട്ട് ചെയ്യുന്നതെങ്കിൽ ബ്ലേഡിൻ്റെ കട്ടിംഗ് എഡ്ജ് പെട്ടെന്ന് തന്നെ നശിച്ചു പോകുന്നുവെന്ന് മനസ്സിലാക്കാം. കൂടാതെ കട്ടിംഗ് എഡ്ജുകൾ ചെറിയ കഷ്ണങ്ങളായി അടർന്നു പോകുന്നു. ബ്രാസ് സക്സസ്ഫുള്ളായി കട്ട് ചെയ്യാൻ വേണ്ടി ബ്ലേഡിൻ്റെ കട്ടിംഗ് എഡ്ജ് ഒരു കുറഞ്ഞ അക്യൂട്ട് ആംഗിളിൽ ഗ്രൈൻഡ് ചെയ്യണം. ചിത്രം 2 നോക്കുക. ചിത്രം 1-ൽ കാണിച്ചിരിക്കുന്ന ആംഗിളിനെ ക്ലിയറൻസ് ആംഗിൾ എന്നും ചിത്രം 2-ൽ കാണിച്ചിരിക്കുന്ന ആംഗിളിനെ വെഡ്ജ് ആംഗിൾ എന്നും വിളിക്കുന്നു. അടുത്തത് ആംഗിൾസ് ഗ്രൗണ്ട് ഓൺ എ ലേത്ത് കട്ടിംഗ് ടൂൾ. താഴെ തന്നിരിക്കുന്ന എല്ലാ ആംഗിളുകളും എല്ലാ ടൂളിലും കാണപ്പെടുകയോ അല്ലെങ്കിൽ സൂചിപ്പിക്കപ്പെടുകയോ വേണമെന്നില്ല. ഒരു ഉദാഹരണത്തിന് ഒരു റഫിംഗ് ടൂൾ തിരഞ്ഞെടുക്കുന്നു. ഈ ടൂളിലെ ആംഗിളുകളും ക്ലിയറൻസുകളും ഗ്രൈൻഡ് ചെയ്തിരിക്കുന്നത് ഇവയാണ്: അപ്രോച്ച് ആംഗിൾ, ട്രെയിൽ ആംഗിൾ, ടോപ്പ് റാക്ക് ആംഗിൾ, സൈഡ് റാക്ക് ആംഗിൾ, ഫ്രണ്ട് ക്ലിയറൻസ് ആംഗിൾ, സൈഡ് ക്ലിയറൻസ് ആംഗിൾ. ലേത്തിൽ ഉപയോഗിക്കുന്ന മൾട്ടി പോയിന്റ് കട്ടിംഗ് ടൂളുകൾ ഇവയാണ്: ഡ്രിൽ, റീമർ, ടാപ്പ്, ഡൈ. Cutting tool geometry. In this video, we will discuss about the cutting tool geometry. Most important angles in tool geometry are rake angles and clearance angles. Some of the important tool geometry are side rack angle, shank, face, back rack angle, end cutting edge angle, nose radius, end relief angle, side cutting edge angle, side relief angle. അടുത്തത് ഹാൻഡ് ചേസേഴ്സ് ആൻഡ് ദെയർ യൂസേഴ്സ്. ഒരു സിംഗിൾ പോയിന്റ് കട്ടിംഗ് ടൂൾ കൊണ്ട് ഒരു ഫുൾ ത്രെഡ് ഫോം ചെയ്യാൻ സാധ്യമല്ല. അതായത് ഇംപ്രോപ്പർ ക്രസ്റ്റ് ഫ്ലാറ്റ്, റൂട്ട് റേഡിയസ്, പ്രൊഫൈൽ മുതലായ തകരാറുകൾ സംഭവിക്കുന്നു. ചിത്രം 1 നോക്കുക. ഹാൻഡ് ചേസേഴ്സ് ഒരു ത്രെഡ് കറക്റ്റാക്കി ഫിനിഷ് ചെയ്യുന്നതിന് കുറഞ്ഞ അളവിൽ മെറ്റീരിയൽ റിമൂവ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഡിവൈസുകളാണ് ഹാൻഡ് ചേസറുകൾ. 2 തരം ഹാൻഡ് ചേസറുകളുണ്ട്: എക്സ്റ്റേണൽ ത്രെഡ് ചേസറുകൾ. ചിത്രം 2 നോക്കുക. ഇൻറ്റേർണൽ ത്രെഡ് ചേസറുകൾ. ചിത്രം 3 നോക്കുക. അടുത്തത് കൺസ്ട്രക്ഷണൽ ഫീച്ചർ ഓഫ് ഹാൻഡ് ചേസർ. ഒരു റെക്റ്റാങ്കുലർ ക്രോസ് സെക്ഷനായിട്ടുള്ള ടൂൾ സ്റ്റീൽ ഹാർഡൻ ചെയ്തും ടെമ്പർ ചെയ്തും കറക്റ്റ് സൈസിൽ ഗ്രൈൻഡ് ചെയ്തുമാണ് ഇവയുണ്ടാക്കിയിരിക്കുന്നത്. ഫ്രണ്ടിൽ മൾട്ടി പോയിന്റ് കട്ടിംഗ് ടീത്ത് ഒരു അനുയോജ്യമായ റേക്ക് ആംഗിളിൽ ഫോം ചെയ്തിരിക്കുന്നു. മറ്റേ എൻഡ് ഹാൻഡിൽ ഫിക്സ് ചെയ്യുന്നതിനായി വീതി കുറഞ്ഞതാണ്. ടീത്ത് പിച്ച് വർക്കിലെ ത്രെഡ് ഫിനിഷ് ചെയ്യേണ്ട പിച്ചിനനുസരിച്ചാണുള്ളത്. ചേസിംഗ് റെസ്റ്റ് വർക്ക് പീസിനടുത്ത് വരത്തക്ക രീതിയിൽ വയ്ക്കുക. അതുകൊണ്ട് ചേസറിന് വർക്ക് പീസിനും റെസ്റ്റിനും ഇടയിൽ താഴോട്ട് വഴുതി പോകാൻ കഴിയത്തില്ല. ചിത്രം 4 നോക്കുക. ചേസ് ചെയ്യുമ്പോൾ ത്രെഡ് ചെറിയ തോതിൽ ഓവർ സൈസ് ആകുന്നു. എന്നിട്ട് ചേസറിൻ്റെ സൈസിൽ ക്രമമാക്കി ആവശ്യമെങ്കിൽ ഒരു ത്രെഡ് റിംഗ് ഗേജ് കൊണ്ട് ത്രെഡ് സ്ഥിരമായി ചെക്ക് ചെയ്യുക. ഇതിന് ഒരു പോംവഴിയായി ഒരു സർക്കുലർ ഫോം ടൂൾ ഉപയോഗിച്ച് ഒരു ഫുൾ ത്രെഡ് സോളിഡായിട്ടുള്ള പീസിൽ കട്ട് ചെയ്യാം. റാക്ക് ആംഗിൾ മൂലം രൂപമാറ്റത്തിന് കാരണമാകുന്നതിനാൽ ടൂളിൻ്റെ രൂപം ചെറിയ തോതിൽ രൂപമാറ്റം വരുത്തുന്നതുകൊണ്ട് ശരിയായ രൂപത്തിൽ കട്ട് ചെയ്യുന്നു. ഇങ്ങനെയുള്ള ടൂളുകൾ ഒരു സിംഗിൾ പോയിന്റ് ടൂളിനെ അപേക്ഷിച്ച് വളരെ ചിലവേറിയതാണ്. ചിത്രം 5 നോക്കുക. ഒരു ബട്ടൺ ഡൈ ഹോൾഡറിൽ പിടിപ്പിച്ച് ടെയിൽ സ്റ്റോക്കിൽ ഉറപ്പിച്ച് ത്രെഡുകൾ സൈസിൽ ഫിനിഷ് ചെയ്യാനും ഉപയോഗിക്കുന്നു. കൂടാതെ സോളിഡായിട്ടുള്ള ലോ സ്ട്രെങ്ത് മെറ്റീരിയലുകളിൽ ത്രെഡ് ചെയ്യേണ്ടപ്പോൾ പോലും ഇവ ഉപയോഗിക്കുന്നു. ചിത്രം 6 നോക്കുക.
അടുത്തതായി പഠിക്കാനുള്ളത് ചക്സ് ആൻഡ് ചക്കിങ്. ദ ഇൻഡിപെൻഡൻറ്റ് ഫോർ-ജോ ചക്ക്. ഫോർ-ജോ ചക്ക്. ഓരോ ജോയും സ്വതന്ത്രമായി അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയുന്നതിനാൽ ഫോർ-ജോ ചക്കിനെ ഇൻഡിപെൻഡൻറ്റ് ജോ ചക്ക് എന്നും വിളിക്കുന്നു. ഈ ചക്ക് ഉപയോഗിച്ച് വർക്കിനെ 0.001 ഇഞ്ച് അല്ലെങ്കിൽ 0.02 mm ആക്യുറസിയിൽ കറക്റ്റായിട്ട് ഹോൾഡ് ചെയ്യാൻ കഴിയുന്നു. ഈ തരത്തിലുള്ള ചക്ക് സെൽഫ് സെൻറ്ററിങ് ചക്കിനേക്കാൾ അതിൻ്റെ കൺസ്ട്രക്ഷനിൽ കൂടുതൽ ഭാരമുള്ളതാണ്. കൂടാതെ കൂടുതൽ പവർ ഉണ്ട്. ഒരു സ്ക്വയർ ത്രെഡഡ് സ്ക്രൂ വഴി ഓരോ ജോയും സ്വതന്ത്രമായി മൂവ് ചെയ്യുന്നു. വലിയ ഡയമീറ്ററുള്ള ജോബുകൾ ഹോൾഡ് ചെയ്യുന്നതിന് വേണ്ടി ഈ ജോകൾ റിവേഴ്സിബിൾ ആക്കാം. ഇൻഡിപെൻഡൻറ്റ് ജോ ചക്കിന് 4 ജോകൾ ഉള്ളതും ഓരോന്നും മറ്റുള്ളതിനെ അപേക്ഷിച്ച് ചക്ക് ബോഡിയിൽ അതിൻ്റെ തന്നെ സ്ലോട്ടിൽ സ്വതന്ത്രമായി വർക്ക് ചെയ്യുന്നതിന് അതിൻ്റെ തന്നെ സ്ക്വയർ ത്രെഡഡ് സ്ക്രൂ വഴി ആക്ച്വേറ്റ് ചെയ്യുന്നു. ജോകളുടെ അഡ്ജസ്റ്റ്മെൻറ്റ് വഴി ഒരു വർക്ക് പീസ് ഒന്നുകിൽ ട്രൂ, അതായത് കോൺസെൻട്രിക് ആയിട്ടോ അല്ലെങ്കിൽ ആവശ്യത്തിന് എസെൻട്രിക് ആയിട്ടും സെറ്റ് ചെയ്യാൻ കഴിയുന്നു. രണ്ടാമത്തെ പ്രാവശ്യം ജോബ് സെറ്റ് ചെയ്യുന്നതിന് ഒരു ഡയൽ ടെസ്റ്റ് ഇൻഡിക്കേറ്ററിൻ്റെ സഹായത്തോടു കൂടി ഇതിനെ ശരിയായിട്ട് സെറ്റ് ചെയ്യാൻ കഴിയുന്നു. ചക്കിനടുത്ത് വർക്ക് പീസ് ചെക്ക് ചെയ്യുന്നതിന് വർക്ക് പീസിൽ ചെക്ക് ചെയ്യാവുന്നത്ര ദൂരത്തിൽ ആവർത്തിക്കുക. റൊട്ടേഷൻ്റെ ആക്സിസിന് ഒരു ആംഗിളായിട്ട് ചക്കിൽ വർക്ക് ഉറപ്പിച്ചിട്ടില്ല എന്ന് ഉറപ്പുവരുത്തുക. ഒരു എസെൻട്രിക് വർക്ക് പീസ് ഉണ്ടാക്കാൻ വളരെ സൂക്ഷ്മമായി വർക്ക് ഓഫ് സെൻറ്ററായിട്ട് സെറ്റിംഗ് ചെയ്യുന്നതിനും ഇൻഡിപെൻഡൻറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് ഫെസിലിറ്റി ഉണ്ടാക്കുന്നു. ചിത്രം 2 നോക്കുക. ഒരു ഫോർ-ജോ ചക്കിൻ്റെ ഭാഗങ്ങൾ ഇവയാണ്: ബാക്ക് പ്ലേറ്റ്, ബോഡി, ജോസ്, സ്ക്വയർ ത്രെഡഡ് സ്ക്രൂ, ഷാഫ്റ്റ്. ഈ ഭാഗങ്ങൾ ചിത്രം 1 കാണാം. ബാക്ക് പ്ലേറ്റ് അലൻ സ്ക്രൂകൾ ഉപയോഗിച്ച് ബോഡിയുടെ ബാക്കിൽ ഉറപ്പിച്ചിരിക്കുന്നു. ഇത് കാസ്റ്റൈൻ കൊണ്ടോ സ്റ്റീൽ കൊണ്ടോ ഉണ്ടാക്കിയിരിക്കുന്നു. ഇതിൻ്റെ ബോറ് സ്പിൻഡിൽ നോസിൻ്റെ ടേപ്പറിന് സ്യൂട്ടാകത്തക്ക വിധം ടേപ്പറാക്കിയിരിക്കുന്നു. സ്പിൻഡിൽ നോസിൽ ഉള്ള കീയിൽ ഫിറ്റ് ചെയ്യുന്നതിനായി ഇതിന് ഒരു കീവേ ഉണ്ട്. ഫ്രണ്ട് ഭാഗത്തുള്ള സ്റ്റെപ്പിൽ ത്രെഡ് കട്ട് ചെയ്തിരിക്കുന്നു. ഒരു ത്രെഡഡ് കോളർ സ്പിൻഡിൽ ഉറപ്പിച്ചിരിക്കുന്നു. ത്രെഡ് ഉപയോഗിച്ച് ചക്ക് ലോക്ക് ചെയ്ത് ടേപ്പറും കീയും ഉപയോഗിച്ച് ലൊക്കേറ്റ് ചെയ്യുന്നു. ചില ചക്കുകൾക്ക് ബാക്ക് പ്ലേറ്റുകൾ ഇല്ല. ബോഡി കാസ്റ്റൈൻ കൊണ്ടോ കാസ്റ്റ് സ്റ്റീൽ കൊണ്ടോ ഉണ്ടാക്കിയിരിക്കുന്നു. ഇതിന് 90 ഡിഗ്രി അകലത്തിൽ ജോകൾ അസംബിൾ ചെയ്യുന്നതിനും ഓപ്പറേറ്റ് ചെയ്യുന്നതിനും 4 ഓപ്പണിങ്ങുകൾ ഉണ്ട്. 4 സ്ക്രൂ ഷാഫ്റ്റുകൾ ഫിംഗർ പിന്നുകൾ ഉപയോഗിച്ച് ബോഡിയുടെ പെരിഫറിയിൽ ഫിക്സ് ചെയ്തിരിക്കുന്നു. സ്ക്രൂകൾ ഒരു ചക്ക് കീ ഉപയോഗിച്ച് റൊട്ടേറ്റ് ചെയ്യുന്നു. ബോഡി ഹോളോ ക്രോസ് സെക്ഷൻ ആയിട്ടുള്ളതും ഇതിൻ്റെ ഫേസിൽ തുല്യ അകലത്തിൽ സർക്കുലർ റിങ്ങുകൾ ഉണ്ടാക്കി ന്യൂമറിക്കൽ നമ്പറുകൾ മാർക്ക് ചെയ്തിരിക്കുന്നു. നമ്പർ 1 മിഡിലിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് പെരിഫറിക്ക് നേരെ ഇൻക്രീസ് ചെയ്യുന്നു. ജോകൾ ബോഡിയിൽ ഓപ്പണിങ്ങിൽ കൂടി സ്ലൈഡ് ചെയ്യുന്നത് ഹൈ കാർബൺ സ്റ്റീൽ കൊണ്ടുണ്ടാക്കി ഹാർഡൻ ചെയ്ത് ടെമ്പർ ചെയ്തതാണ്. ഈ ജോകൾ ഹോളോ വർക്കുകൾ ഹോൾഡ് ചെയ്യുന്നതിനായി റിവേഴ്സിബിൾ ആക്കാം. ജോകളുടെ പിൻഭാഗം സ്ക്വയർ ത്രെഡഡ് ആയിട്ടുള്ളത് ഓപ്പറേറ്റിംഗ് സ്ക്രൂകൾ ജോകളെ ഫിക്സിംഗ് ആക്കാൻ സഹായിക്കുന്നു. സ്ക്രൂ ഷാഫ്റ്റ് ഹൈ കാർബൺ സ്റ്റീൽ കൊണ്ടുണ്ടാക്കി ഹാർഡൻ ചെയ്തും ടെമ്പർ ചെയ്തും ഗ്രൈൻഡ് ചെയ്തുമാണ്. സ്ക്രൂ ഷാഫ്റ്റിൻ്റെ മുകൾ ഭാഗത്ത് ഒരു സ്ക്വയർ സ്ലോട്ട് ചക്ക് കീ കടത്തുന്നതിനായി ഉണ്ടാക്കിയിരിക്കുന്നു. ഇതിൻ്റെ ബോഡി ഭാഗത്ത് ഒരു ലെഫ്റ്റ് ഹാൻഡ് സ്ക്വയർ ത്രെഡ് കട്ട് ചെയ്തിരിക്കുന്നു. സ്ക്രൂ ഷാഫ്റ്റിൻ്റെ മധ്യഭാഗത്തായി ഒരു വീതി കുറഞ്ഞ സ്റ്റെപ്പ് ഉണ്ടാക്കിയത് ഫിംഗർ പിന്നുകൾ വഴി ഉറപ്പിച്ചിരിക്കുന്നു. ഫിംഗർ പിന്നുകൾ സ്ക്രൂകൾ റൊട്ടേറ്റ് ചെയ്യാൻ അനുവദിക്കുന്നു, പക്ഷേ നീങ്ങുന്നതിന് അനുവദിക്കുന്നില്ല.
അടുത്തത് 3 ജോ ചക്ക് അല്ലെങ്കിൽ സെൽഫ് സെൻറ്ററിങ് ചക്ക്. 3 ജോ ചക്ക് സെൽഫ് സെൻറ്ററിങ് ചക്ക് എന്നും അറിയപ്പെടുന്നു. ഈ ചക്കിൻ്റെ പ്രത്യേകത 2 സെറ്റ് ജോകൾ ഇൻറ്റേർണലും എക്സ്റ്റേണലുമായ ഡയമീറ്ററുകൾ ഹോൾഡ് ചെയ്യുന്നതിന് വേണ്ടിയുണ്ട്. പെർഫെക്റ്റ് റൗണ്ടായിട്ടുള്ള വർക്കുകളും ഈക്വലി സ്പേസ്ഡ് ആയിട്ടുള്ള ഫ്ലാറ്റുകൾ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നത് ഒരു 3 ജോ ചക്കിൽ ഹോൾഡ് ചെയ്യാം. ഒരു 3 ജോ ചക്കിൻ്റെ കൺസ്ട്രക്ഷനിൽ സ്ക്രോൾ ഒരു കമ്പോണൻറ്റിനെ ക്ലാമ്പ് ചെയ്യുക മാത്രമല്ല, ഇത് കമ്പോണൻറ്റിനെ ലൊക്കേറ്റ് ചെയ്യുന്നു എന്നും കാണാം. സ്ക്രോളിൽ എന്തെങ്കിലും തേയ്മാനം ഉണ്ടാകുന്നതിനാൽ അല്ലെങ്കിൽ ജോകളുടെ ലൊക്കേഷൻ ആക്യുറസി തകരാറാകുന്നതിലോ ഇത് അടിസ്ഥാനപരമായി ഒരു ശരിയായ രീതിയല്ല. ഈ തേയ്മാനം പരിഹരിക്കുന്നതിനായി പിന്നീട് അഡ്ജസ്റ്റ്മെൻറ്റ് നടത്താൻ ഒരു മാർഗവുമില്ല. ഈ ടൈപ്പ് ചക്കിൻ്റെ ജോകൾ റിവേഴ്സിബിൾ ആക്കാൻ പറ്റത്തില്ല. കൂടാതെ പ്രത്യേകം ഇൻറ്റേർണലും എക്സ്റ്റേണലുമായ ജോകൾ ഉപയോഗിക്കണം. ഒരു 3 ജോ ചക്കിൻ്റെ ഭാഗങ്ങൾ ഇവയാണ്: ബാക്ക് പ്ലേറ്റ്, ബോഡി, ജോസ്, ക്രൗൺ വീൽ, പിനിയൻ. ഈ ഭാഗങ്ങൾ ചിത്രം 1-ൽ കാണാം. ബാക്ക് പ്ലേറ്റ് ബോഡിയുടെ പിൻഭാഗത്തായി അലൻ സ്ക്രൂകൾ ഉപയോഗിച്ച് ഉറപ്പിച്ചിരിക്കുന്നു. ഇത് കാസ്റ്റ് അയൺ കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്നു. ഇതിൻ്റെ ബോർ സ്പിൻഡിൽ നോസിൻ്റെ ടേപ്പറിന് സ്യൂട്ടാകത്തക്ക രീതിയിൽ ടേപ്പറാക്കിയിരിക്കുന്നു. ഇതിന് ഒരു കീവേ ഉള്ളതിലേക്ക് സ്പിൻഡിൽ നോസിലുള്ള കീ ഫിറ്റ് ചെയ്യുന്നു. ഫ്രണ്ടിലുള്ള ഒരു സ്റ്റെപ്പിൽ ത്രെഡ് കട്ട് ചെയ്തിരിക്കുന്നു. സ്പിൻഡിൽ ഉറപ്പിച്ചിരിക്കുന്ന ത്രെഡഡ് കോളർ ചക്കിനെ ത്രെഡുകൾ വഴി ലോക്ക് ചെയ്തും ടേപ്പറിംഗ് കീയും ഉപയോഗിച്ച് ലൊക്കേറ്റും ചെയ്യുന്നു. ബോഡി കാസ്റ്റ് സ്റ്റീൽ കൊണ്ടുണ്ടാക്കി ഫേസ് ഹാർഡൻ ചെയ്തിരിക്കുന്നു. ഇതിന് 120 ഡിഗ്രി അകലത്തിൽ 3 ഓപ്പണിങ്ങുകൾ ജോകൾ അസംബിൾ ചെയ്യുന്നതിനും അവയെ ഓപ്പറേറ്റ് ചെയ്യുന്നതിനുമുണ്ട്. 3 പിനിയനുകൾ ഒരു ചക്ക് കീ ഉപയോഗിച്ച് ജോകളെ ഓപ്പറേറ്റ് ചെയ്യാൻ ബോഡിയുടെ പെരിഫറിയിൽ ഫിക്സ് ചെയ്തിരിക്കുന്നു. ഇതിൻ്റെ ക്രോസ് സെക്ഷൻ ഹോളോ ആണ്. ഒരു ക്രൗൺ വീൽ ബോഡിക്കകത്ത് ഉൾക്കൊള്ളിച്ചിരിക്കുന്നു. ജോകൾ ബോഡിയിലെ ഓപ്പണിങ്ങിൽ സ്ലൈഡ് ചെയ്യുന്നത് ഹൈകാർബൺ സ്റ്റീൽ കൊണ്ടുണ്ടാക്കി ഹാർഡൻ ചെയ്ത് ടെമ്പർ ചെയ്തിരിക്കുന്നു. സാധാരണ 2 സെറ്റ് ജോകൾ എക്സ്റ്റേണൽ ജോകൾക്കും ഇൻറ്റേർണൽ ജോകൾക്കുമായി ഉണ്ട്. എക്സ്റ്റേണൽ ജോകൾ സോളിഡ് വർക്കുകൾ ഹോൾഡ് ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നു. ജോകളിലുള്ള സ്റ്റെപ്പുകൾ ക്ലാമ്പിംഗ് റേഞ്ച് ഇൻക്രീസ് ചെയ്യുന്നു. ജോകളുടെ പിൻഭാഗത്തായി സ്ക്രോൾ ത്രെഡ് കട്ട് ചെയ്തിരിക്കുന്നു. ഓരോ ജോയും സീക്വൻഷ്യലായിട്ട് നമ്പർ ചെയ്തത് അതാതിൻ്റെ നമ്പർ ചെയ്തിരിക്കുന്ന സ്ലോട്ടുകളിൽ ഈ ജോകൾ ഫിക്സ് ചെയ്യാൻ സഹായിക്കും. ക്രൗൺ വീൽ അലോയ് സ്റ്റീൽ കൊണ്ടുണ്ടാക്കി ഹാർഡൻ ചെയ്ത് ടെമ്പർ ചെയ്തിരിക്കുന്നു. ക്രൗൺ വീലിൻ്റെ ഒരു വശത്ത് ഒരു സ്ക്രോൾ ത്രെഡ് ജോകൾ ഓപ്പറേറ്റ് ചെയ്യാൻ കട്ട് ചെയ്തിരിക്കുന്നു. മറ്റേ വശം ടേപ്പറായിട്ടുള്ളത് പിനിയൻ മെഷാകാൻ ബെവൽ ഗിയർ ടീത്ത് കട്ട് ചെയ്തിരിക്കുന്നു. ഒരു ചക്ക് കീ ഉപയോഗിച്ച് ഈ പിനിയനെ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ക്രൗൺ വീൽ റൊട്ടേറ്റ് ചെയ്യുന്നു. അങ്ങനെ ജോകൾ അകത്തോട്ടും പുറത്തോട്ടും റൊട്ടേഷനെ ആശ്രയിച്ച് മൂവ് ചെയ്യാൻ കാരണമാകുന്നു. പിനിയൻ ഹൈകാർബൺ സ്റ്റീൽ കൊണ്ടുണ്ടാക്കി ഹാർഡൻ ചെയ്ത് ടെമ്പർ ചെയ്തിരിക്കുന്നു. ഇത് ബോഡിയുടെ പെരിഫറിയിൽ ഫിക്സ് ചെയ്തിരിക്കുന്നു. പിനിയൻ്റെ മുകളിൽ ഒരു സ്ക്വയർ സ്ലോട്ട് ചക്ക് കീ കടത്തുന്നതിനായി ഉണ്ടാക്കിയിരിക്കുന്നു. ഇതിൻ്റെ ഒരു ടേപ്പറായിട്ടുള്ള ഭാഗത്ത് ബെവൽ ഗിയർ ടീത്ത് ക്രൗൺ വീലുമായി മാച്ചാകത്തക്ക രീതിയിൽ കട്ട് ചെയ്തിരിക്കുന്നു. അടുത്തത് കമ്പാരിസൺ ബിറ്റ്വീൻ 3 ജോ ആൻഡ് 4 ജോ ചക്ക്. 3 ജോ ചക്ക്, 4 ജോ ചക്ക്. സിലിണ്ടറിക്കലും എക്സഗണലുമായ വർക്ക് മാത്രമേ ഹോൾഡ് ചെയ്യാൻ കഴിയൂ. വിവിധ റേഞ്ചിലുള്ള റെഗുലറും ഇറഗുലറുമായ ഷേപ്പുകൾ ഹോൾഡ് ചെയ്യാൻ കഴിയുന്നു. ഇൻറ്റേർണലും എക്സ്റ്റേണലുമായ ജോകൾ ലഭ്യമാണ്.
ജോകൾ ഇൻറ്റേർണലും എക്സ്റ്റേണലുമായ ഹോൾഡിങ്ങിന് വേണ്ടി റിവേഴ്സബിൾ ആക്കാം. വർക്ക് സെറ്റിംഗ് ഈസി ആയിട്ട് ചെയ്യാം. വർക്ക് സെറ്റിംഗ് ചെയ്യുന്നത് ഡിഫിക്കൽട്ടാണ്. ഗ്രിപ്പിംഗ് പവർ കുറവാണ്. ഗ്രിപ്പിംഗ് പവർ കൂടുതലാണ്. ഡെപ്ത് ഓഫ് കട്ട് താരതമ്യേന കുറവാണ്. കൂടിയ ഡെപ്ത് ഓഫ് കട്ട് കൊടുക്കാൻ കഴിയും. ഭാരം കൂടിയ ജോബുകൾ ടേൺ ചെയ്യാൻ കഴിയത്തില്ല. ഭാരം കൂടിയ ജോബുകൾ ടേൺ ചെയ്യാൻ കഴിയുന്നു. വർക്ക് എസെൻട്രിക് ടേണിങ്ങിന് വേണ്ടി സെറ്റ് ചെയ്യാൻ കഴിയത്തില്ല. വർക്ക് എസെൻട്രിക് ടേണിങ്ങിന് വേണ്ടി സെറ്റ് ചെയ്യാൻ കഴിയുന്നു. ചക്കിന് തേയ്മാനം വരുന്നതിനനുസരിച്ച് ആക്യുറസി ഡിക്രീസ് ആകുന്നു. ചക്കിന് തേയ്മാനം വരുന്നതിനനുസരിച്ച് ആക്യുറസിയിൽ കുറവുണ്ടാകുന്നില്ല. അടുത്തത് മെരിറ്റ്സ് ഓഫ് എ ഫോർജോ ചക്ക്. വിവിധങ്ങളായ റേഞ്ചിൽ റെഗുലറും ഇറഗുലറുമായ ഷേപ്പുകൾ ഹോൾഡ് ചെയ്യാൻ കഴിയുന്നു. വർക്കിനെ കോൺസെൻട്രിക്കൽ ആയിട്ട് അല്ലെങ്കിൽ എസെൻട്രിക്കൽ ആയിട്ട് സെറ്റ് ചെയ്യാൻ കഴിയുന്നു. പരിഗണനീയമായ ഗ്രിപ്പിംഗ് പവർ ഉള്ളതിനാൽ ഹെവി കട്ടുകൾ കൊടുക്കുവാൻ കഴിയുന്നു. ജോകൾ ഇൻറ്റേർണലും എക്സ്റ്റേണലുമായ വർക്കിന് വേണ്ടി റിവേഴ്സബിൾ ആക്കാൻ പറ്റുന്നു. ജോബിൻ്റെ എൻഡ് ഫേസിൽ വർക്ക് പ്രയാസമില്ലാതെ നിർവഹിക്കാൻ കഴിയും. ചക്കിന് തേയ്മാനം ഉണ്ടായാലും ആക്യുറസി നഷ്ടപ്പെടുന്നില്ല. അടുത്ത ഡീമെറിറ്റ്സ് ഓഫ് എ ഫോർജോ ചക്ക്. വർക്ക് പീസുകൾ പ്രത്യേകം സെറ്റ് ചെയ്യണം. ഗ്രിപ്പിംഗ് പവർ കൂടുതലായതുകൊണ്ട് മിനുസമുള്ള വർക്കുകൾ സെറ്റ് ചെയ്യുമ്പോൾ എളുപ്പത്തിൽ തകരാറ് സംഭവിക്കുന്നു. അടുത്തത് മെരിറ്റ്സ് ഓഫ് എ 3 ജോ ചക്ക്. വർക്കിനെ അനായാസം സെറ്റ് ചെയ്യാൻ കഴിയുന്നു. വിവിധ നിരക്കിലുള്ള സിലിണ്ടറിക്കലും എക്സഗണലുമായ വർക്കുകൾ ഹോൾഡ് ചെയ്യാൻ കഴിയുന്നു. ഇൻറ്റേർണലും എക്സ്റ്റേണലുമായ ജോകൾ ലഭ്യമാണ്. അടുത്തത് ഡീമെറിറ്റ്സ് ഓഫ് എ 3 ജോ ചക്ക്. ചക്കിന് തേയ്മാനം ഉണ്ടാകുന്നതിനനുസരിച്ച് ആക്യുറസി കുറയുന്നു. കോൺസെൻട്രിസിറ്റി മാറുന്നത് കറക്റ്റ് ചെയ്യാൻ കഴിയത്തില്ല. റൗണ്ടിലും എക്സഗണലുമായ കമ്പോണൻറ്റുകൾ മാത്രമേ ഹോൾഡ് ചെയ്യാൻ കഴിയൂ. ആക്യുറേറ്റ് സെറ്റിംഗ് വേണ്ടപ്പോഴോ നിലവിലുള്ള ഡയമീറ്ററിന് കോൺസെൻട്രിക്കലായിട്ടോ വേണമെങ്കിൽ ഒരു സെൽഫ് സെൻറ്ററിങ് ചക്ക് ഉപയോഗിക്കരുത്. അടുത്തത് സ്പെസിഫിക്കേഷൻ ഓഫ് എ ചക്ക്. ഒരു ചക്ക് സ്പെസിഫൈ ചെയ്യാൻ ഇത് ആവശ്യം വേണം. ചക്കിൻ്റെ തരം, ചക്കിൻ്റെ കപ്പാസിറ്റി, ബോഡിയുടെ ഡയമീറ്റർ, ബോഡിയുടെ വിഡ്ത്ത്, സ്പിൻഡിൽ നോസിൽ ഉറപ്പിക്കുന്ന വിധം. എക്സാമ്പിൾ: 3 ജോ സെൽഫ് സെൻറ്ററിങ് ചക്ക്. ഗ്രിപ്പിംഗ് കപ്പാസിറ്റി 450 mm. Diameter of the body 500 mm. Width of the body 125 mm. Tapered or threaded method of mounting. ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. കൂടുതൽ മനസ്സിലാകുന്നതിന് ടെക്സ്റ്റ് പുസ്തകത്തിൻ്റെ സഹായത്തോടു കൂടി പഠിക്കുക. താങ്ക് യു.